എന്തുവാ എന്താ വന്നോ? നിങ്ങളിത് കേൾക്കണം. ഞാൻ 100 രൂപയും കൊടുത്തിട്ട് വന്നു. മോനെ 5-6 മുട്ടയും വാങ്ങിച്ച് നിനക്ക് കഴിക്കാനുള്ളതും വാങ്ങി അച്ചായനോട് വഴക്ക് കൂടുതലെന്ന് പറഞ്ഞ് വിട്ടതാ പിള്ളേരെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കേ. ഇത് കണ്ടോ മുട്ട? കാണിക്ക, ഇതിൻ്റെ അകത്തോട്ട് കാണിക്കുക നിന്റെ മുട്ട. ദേ ഇത് കണ്ടോ പിള്ളേരെ? ദേ കണ്ടോ മുട്ട പൊട്ടിച്ചോളൊന്നുണ്ട്. ആ അച്ചായൻ്റെ കടയുടെ വാതൊക്കെ ഇട്ട് പൊട്ടിച്ച്. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തോ കൊച്ചി കാണിക്കുന്നത്, സൂക്ഷിക്കണം. ഉടനെ അയാളോട് ചോദിക്കുവാന്ന്, പൊട്ടുന്ന മുട്ടയാണോ വാങ്ങിച്ചു നോക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലത്തെ ഒരു റെയർ പീസ്? ഇതാ കളി. പൊട്ടുന്ന മുട്ട തരാവോ? മുട്ട നോക്കട്ടെ പിള്ളേരെ, ഒരൊറ്റ മുട്ട പുഴുങ്ങാൻ കൊണ്ട് തരാമായിരുന്നല്ലോ. നോക്കി ഏതോ എങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചു. കണ്ടോ പിള്ളേരെ, കണ്ടോ? ഇതാണ്. ഒന്നുമില്ല അയാൾ ഇവിടെ കാല് തല്ലി കുടിക്കും, ഇല്ല അവിടുന്ന് വാങ്ങിച്ചോണ്ട് വരുന്ന സാധനം എന്തെങ്കിലും ഇവിടെ ഇതുപോലെ നശിപ്പിക്കും. കണ്ണേട്ടന് ഇത് പുഴുങ്ങാനാ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ തോന്നി, എന്നാൽ ഇച്ചിരി കുരുമുളക് പൊടിയും തേങ്ങയൊക്കെ ചേർന്നിട്ട് 2 മുട്ട വറുത്തത് കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവളോട് ഇതിനി എന്നത്തിനുള്ള പിള്ളേരെ ഈ വീണ് കിടക്കുന്ന മുട്ട ഒരെണ്ണമില്ല. അല്ല നീ എന്നാ ചെയ്തതാ? ഇത് എന്ത് സംഭവിച്ചതാ? സത്യത്തിൽ ഇതെന്നാ സംഭവിച്ചതാ? മുട്ട വാങ്ങിച്ചത് നീ എന്നാ എടുത്ത് കറക്കിയോ? പിന്നെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി കവർ. അവിടുന്ന് ചാടി വന്നിട്ട് എന്തുവാ കൊച്ചി കാണിച്ചെന്ന് വെച്ചാ കവറിലിട്ടുന്ന മുട്ട എങ്ങനെ കയ്യിൽ നിന്ന് തെന്നി പോകുന്നത്? അത് കവറിൽ പിടിച്ചോണ്ടല്ലേ നീ വരുന്നേ? പിന്നല്ലാതെ. പിന്നെ ഇതെങ്ങനെ താഴെ പോയി? ഒരു കൈ മുട്ട കവറ്, ഒരു കയ്യില് മറ്റേ ലേസ് വാങ്ങിക്കാൻ പറഞ്ഞ ലേസ്, ഒരു കയ്യിൽ പേഴ്സ്, ഒരു കയ്യിൽ ഷാമ്പു, പിന്നെ 2 കൈ കൊണ്ട് ഇത്രയും സാധനം ഞാൻ എങ്ങനെ പിടിക്കും? എന്നിട്ട് ഞാൻ അത് അങ്ങോട്ട് വെക്കാൻ നോക്കിയത്, അപ്പോൾ ഷൂക്ക് താഴെ പോയി. ചാടി വന്നിട്ട് എന്തുവാ കൊച്ചി കാണിച്ചെന്ന് ചോദിച്ചു. ചാടി വന്ന് മുട്ടയെല്ലാം പെറുക്കി തന്ന്. ഞാൻ ചോദിച്ചു, പൊട്ടുന്ന മുട്ടയാണോ മാറ്റി? ഏതായാലും ഞാനും കണ്ണനും വണ്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നേ, അതുകൊണ്ട് ഇടി കൊള്ളാതെ രക്ഷപ്പെടാം. എന്താ ചെയ്യുക? ഇവളെന്ന് കടയിൽ പോയാലും ഇവൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. ഈ ഒരു മുട്ട പോയില്ലേ? ആ മുട്ട അങ്ങോട്ട് കമത്ത്. വേണ്ട, കവറൊന്നും വൃത്തിയില്ലാത്ത കവറായിരുന്നു. ആര് പറഞ്ഞു പുത്തൻ കവർ അവിടെ നിന്ന് എടുക്കുന്നത്? എവിടെയൊക്കെ വിട്ട് ഉരുട്ടിയാന്ന് അറിയാൻ പറ്റുമോ? എവിടെ ഇട്ട് ഉരുട്ടിയതല്ല, മെഷീനിൽ ഇട്ട് ഉരുട്ടിയതാ. താണ്ട് ഉണ്ണി ഇരിക്കുന്ന കണ്ടോ? നിന്റെ ഉണ്ണി നാറ്റം. കഴിഞ്ഞോ? എന്റെ പരദൂഷണം കഴിഞ്ഞോ? ആ